കാക്കി യൂണിഫോമിൽ നിയമത്തിന്റെ കടുത്തറ്റ മുഖമായി അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ. കുറ്റകൃത്യങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ജനശ്രദ്ധ നേടിയ ധീരനായ IPS ഓഫീസർ. പിന്നീട് ആ സുരക്ഷിതമായ സർക്കാർ സേവനം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിന്റെ അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന നേതാവ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പരമ്പരാഗത ദ്രാവിഡ കക്ഷികൾക്ക് മുമ്പിൽ BJPക്ക് പുതിയ ഊർജവും ദിശാബോധവും നൽകിയ വ്യക്തി. അതാണ് കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന K. അണ്ണാമലൈ. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിൽ BJPക്ക് വലിയൊരു അടിത്തറ പടുത്തുയർത്തുക എന്നത് അസാധ്യമായ കാര്യമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടിരുന്നത്. എന്നാൽ അണ്ണാമലയുടെ വരവോടെ കളി ആകെ മാറി. എൻ മണ്ണ് എൻ മക്കൾ എന്ന പേരിൽ അദ്ദേഹം നടത്തിയ പദയാത്ര തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഇപ്പോഴിതാ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചയും ഇതേ പേരിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് പുതിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് തീപിടിപ്പിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിലുടനീളം അണ്ണാമലയുടെ ചിത്രത്തിനോടൊപ്പം നിർഭയ മനസ്സുകൾക്ക് പരിധികളില്ല എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സജീവമായത്. ഇത് വെറും ആരാധകരുടെ ശക്തി പ്രകടനമാണോ അതോ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നൊരുക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. BJPയുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി യോഗം കോയമ്പത്തൂരിൽ നടക്കുന്നതിനിടെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതേസമയം അണ്ണാമലൈ ഇപ്പോൾ വിദേശത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ അണ്ണാമലൈ അൻപുകൂട്ടം പുതിയ അംഗങ്ങളെയും ഭാരവാഹികളെയും സ്വീകരിക്കുന്നതായി അനുയായികൾ വ്യക്തമാക്കിയതും അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. ഇതിനിടെ അണ്ണാമലൈ തുടർച്ചയായി 2 സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വിട്ടുന്നതും രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. BJPയുടെ ഭാവി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന നിർണായക യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭാവം സാധാരണ രാഷ്ട്രീയ സംഭവമായി കാണാൻ പലരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയാണ്. ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ഇന്ധനം പകർന്നത് കോൺഗ്രസ് MP കാർത്തി ചിദംബരത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. തമിഴ്നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളാനുള്ള ചലനങ്ങൾ വേഗത്തിലാവുകയാണ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറി. പേരൊന്നും വ്യക്തമാക്കിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പരാമർശം അണ്ണാമലയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന വിലയിരുത്തലാണ് പലരും നടത്തുന്നത്. അതേസമയം പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ അണ്ണാമലൈ ഡൽഹിയിൽ BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇത് അഭ്യൂഹങ്ങൾ ശരിവെക്കുമോ അതോ അവസാനിപ്പിക്കുമോ എന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളാണ് വ്യക്തമാക്കുക. അണ്ണാമലയും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള സമീപകാല അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ അണ്ണാമലൈ പരസ്യമായി രംഗത്തെത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3ാം ഭാഷ നിർബന്ധമാക്കുന്ന തീരുമാനം ഉടൻ നടപ്പാക്കരുതെന്നും നേരത്തെ തീരുമാനിച്ചതുപോലെ 2029-30 അധ്യയന വർഷം മുതൽ മാത്രം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഗണിക്കണമെന്നും ഇതിനകം തന്നെ മറ്റൊരു ഭാഷ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ ഭാഷാ പഠനം അധികം സമ്മർദ്ദമുണ്ടാക്കുമെന്നും അണ്ണാമലൈ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നയത്തെ ചോദ്യം ചെയ്ത അദ്ദേഹത്തിന്റെ ഈ നിലപാട് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് മാത്രമല്ല AIADMKയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും സമീപകാലത്ത് വഷളായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യ രാഷ്ട്രീയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ചു. തമിഴ്നാട്ടിലെ പ്രമുഖ നേതാക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിച്ചു. കോയമ്പത്തൂരിന്റെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട ആ പോസ്റ്ററുകൾ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണോ അതോ ജനനായകനോടുള്ള അനുയായികളുടെ കേവലമൊരു സ്നേഹപ്രകടനമാണോ എന്നത് കാലം തന്നെ തെളിയിക്കട്ടെ. എന്നാൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. IPS എന്ന സുരക്ഷിത താവളം ഉപേക്ഷിച്ച അണ്ണാമലയുടെ അടുത്ത രാഷ്ട്രീയ നീക്കം അത് എന്തുതന്നെയായാലും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അത് വലിയൊരു ഗതിമാറ്റത്തിന് ശേഷിയുള്ളതായിരിക്കും. തീക്ഷ്ണമായ നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കൊണ്ട് തമിഴകത്തെ പരമ്പരാഗത രാഷ്ട്രീയ ദ്രാവിഡ കോട്ടകളെ നടുക്കിയ അണ്ണാമലൈ ഇനി ഏത് പാതയാണ് തിരഞ്ഞെടുക്കുക? അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായ പങ്ക് വഹിച്ചുകൊണ്ട് തന്റെ കാവ്യയാത്ര തുടരുമോ അതോ കേന്ദ്ര നയങ്ങളോടുള്ള ചില വിയോജിപ്പുകളുടെയും പോസ്റ്റർ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ തമിഴക മക്കൾ ശക്തി കക്ഷി പോലൊരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ട പുതിയൊരു പതാക ഉയർത്തുമോ? തമിഴകത്തിന്റെ മണ്ണിൽ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് മാറ്റത്തിന്റെ ഒരു പുത്തൻ കൊടുങ്കാറ്റായി മാറിയ K. അണ്ണാമലയുടെ അടുത്ത ചുവടുവെപ്പ് എന്തായിരിക്കുമെന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷകരും അണികളും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്.